ഹായ് മകളെ, ഈ നിമിഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരു മോളുടെ കഥ പറയാനാണ്. ആ മോൾ ആരാണ് എന്നൊന്നും ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു മോള് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഒരുപാട് മെസ്സേജ്, ഒരുപാട് വലിയൊരു പാരഗ്രാഫാണ്. പക്ഷെ അതെല്ലാം ഞാനിവിടെ വായിക്കുന്നില്ല. പക്ഷേ എനിക്കെന്നെ സ്ട്രൈക്ക് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളായിട്ട് സംസാരിക്കണം തോന്നി എങ്കിൽ നിങ്ങൾക്കും ഒരു പക്ഷേ പഠിക്കാനുള്ള ഒരു പ്രചോദനം അതിൽ നിന്ന് കിട്ടുമെന്നും ഞാൻ വിചാരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വീഡിയോ മുഴുവനും കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും വരേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹായ് സാർ, ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ കമൻ്റ് ഇടുന്നത്. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്റ്റ് ഹിന്ദിയാണ്. അപ്പോൾ മോള് ആ ചാറ്റിലുടനീളം പറയുന്നത് 2 സബ്ജക്റ്റുകളെ പറ്റിയാണ്, ഹിന്ദിയും ഇംഗ്ലീഷും. പിന്നെ അതിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാർ. വീട്ടിൽ പാരൻസ് എന്നും ഡൈവേഴ്സിനെ ചൊല്ലി അടിയും വഴക്കുമാണ്. അതിനിടയിൽ ഒരുപാട് മാറാ രോഗങ്ങൾ കൊണ്ട് പരീക്ഷണങ്ങൾ വേറെ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ആ മോൾക്ക് ഈ മാനസിക പ്രശ്നങ്ങൾ പറഞ്ഞാൽ വീട്ടിലുള്ള പ്രശ്നങ്ങൾക്ക് അപ്പുറം ആ കുട്ടി ഫിസിക്കലി കൂടി എന്താകുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ബുദ്ധിമുട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അപ്പൻഡിക്സ് പോലുള്ള വയറ്റിലൊരു മുഴയുണ്ട്. അതും പോലെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് മറ്റുള്ളവരെക്കാളും കൂടുതലാണ്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. എല്ലാം പോരാ, 14 ലക്ഷത്തോളം കടബാധ്യത ഉണ്ട് ഉപ്പാക്ക്. ഓട്ടോ ഡ്രൈവറാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരത്തിൽ നിന്നാണ് ആ മോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഇത് പറയുന്നത് ഞാൻ വിചാരിച്ച ഇപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ, അതായത് ഈ ഫിസിക്കലി ആയിട്ടുള്ള പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ, ഇനി അല്ലെങ്കിൽ കടവുമായിട്ട് ബന്ധപ്പെട്ട സൊല്യൂഷൻ എന്നൊക്കെ ആയിരിക്കും ഞാൻ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ആ മോള് പറഞ്ഞൊരു കാര്യം, ആ മോൾ അവസാനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് എന്നെ ട്യൂഷന് പോലും വിട്ടിട്ടില്ല. ഓൺലൈനായിട്ട് കുറേ പറഞ്ഞു നോക്കി, അതും സാധിച്ചിട്ടില്ല. അപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവസാനം മോള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒന്ന് രക്ഷപ്പെടാം. അതാണ് മോളുടെ അൾട്ടിമേറ്റ്. ആ മെസ്സേജിൻ്റെ ഏറ്റവും അവസാനം മോള് കൺക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ എത്ര ഭാഗ്യന്മാരാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്. ആ വീട്ടിൽ നമുക്ക് ഓരോ കാര്യങ്ങളും, ഇത് പറയുന്ന എല്ലാവർക്കും അതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഇതുള്ള എല്ലാവരും ഒന്ന് ചിന്തിക്കണം. നമുക്ക് വീട്ടിൽ അച്ഛ അമ്മ എന്ന് വിളിക്കാൻ ഓരോരുത്തരുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മളെ സ്നേഹത്തോടു കൂടി നമ്മളെ താലോലിക്കാനും അല്ലാത്തതിനൊക്കെ ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് 10ാം ക്ലാസ്സിലെയും +1ലെയും +2ലെയും 9ലെയും എല്ലാ ക്ലാസ്സുകളിലും ഒരുപാട് കുട്ടികളുണ്ട്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. വീട്ടിലുള്ള പ്രശ്നം കൊണ്ട് പഠിക്കാൻ പറ്റാതെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഫിസിക്കലി ബുദ്ധിമുട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്ന ഈ ഒരു വീഡിയോ കേൾക്കുന്നത് പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ചില ആളുകൾ വീടിനകത്ത് നിന്നും AC റൂമിൽ നിന്ന് കേൾക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ പല തരത്തിലുള്ള ആളുകളാണ് എൻ്റെ ഈ ഒരു സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യത്തിലേക്കേ പറയുന്നുള്ളൂ, 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വലിയൊരു കാര്യം തന്നെയാണ് 10ാം ക്ലാസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എയിം എന്താണ്? 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുക. അതിന് വേണ്ടി തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഓരോ വീഡിയോകളുമായിട്ടും അല്ലാതെയൊക്കെ മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഇന്ന് ഞാനൊരു 3-4 മണിക്കൂറോളം ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുത്തു. അതുകൊണ്ടാണ് എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നം. പക്ഷേ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ, അതൊരു പക്ഷേ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ അത്രയും സമയം നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനടക്കം ഈ വീഡിയോ ചെയ്യാൻ വരുന്നത്. അപ്പോൾ നിങ്ങളോട് പറയാൻ ഇത്രേ ഉള്ളൂ, നമ്മളെ കൊണ്ടാവുന്ന അത്രയും നമ്മൾ ശ്രമിക്കണം. കാരണം നമ്മൾ പോരാടുന്നത് ഇതിനൊന്നും പറ്റാത്ത സാഹചര്യത്തിൽ നിന്നും പഠിക്കാൻ നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളോടാണ്. അവരൊക്കെ ഉറപ്പായിട്ടും പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. എന്നിട്ടും ഇത്രയൊക്കെ സൗകര്യം ഉണ്ടായിട്ടും നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആരെയാണ് ചോദ്യം ചെയ്യേണ്ടത്? പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. ഈ നിമിഷം മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ തോൽപ്പിക്കുന്നത് നിങ്ങളെ തന്നെയാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. നാളെ അല്ല, 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല, ഇപ്പം തന്നെ. നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ ഇപ്പം തന്നെ ബുക്ക് എടുത്ത് ഇറങ്ങുക. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇപ്പോൾ ബുക്ക് എടുത്ത് ഇറങ്ങും, 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വേണ്ട വീണ്ടും പിന്നെ പഠിക്കാം എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ആ സമയം തുടങ്ങുക. പക്ഷെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർത്താൻ പാടില്ല. കാരണം ക്രിസ്മസ് എക്സാം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. ആ ദിവസങ്ങൾക്കുള്ളിൽ നമ്മളെ കൊണ്ടാവുന്ന അത്രയും നമ്മൾ ശ്രമിക്കണം. ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബുകൾ അവൈലബിൾ ആണ്. ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നാളെ MCQ സീരീസ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ അതിനെ പറ്റിയൊന്നല്ല പറയാൻ വന്നത്, അതൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. പക്ഷേ പഠിക്കുന്ന കുട്ടിക്ക് മാത്രമേ ലൈഫിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോളൂ മക്കളെ. ഹാർഡ് വർക്കാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊരു ഓട്ടോ മത്സരം ഉണ്ട് എങ്കിൽ ആ ഓട്ടോ മത്സരത്തിൽ പങ്കെടുത്താൽ തന്നെ നമ്മൾ വിജയിച്ചവരാണ്. കാരണം അതിൽ പങ്കെടുക്കണമെങ്കിൽ തന്നെ ഒരു ക്വാളിറ്റി വേണം. അതിൽ 1ാം സ്ഥാനത്ത് എത്തിയാലും ശരി ഇല്ലെങ്കിലും ശരി, അതിനുവേണ്ടി നമ്മൾ
നമ്മളെ കൊണ്ടാവുന്ന അത്രയും നമ്മൾ ഓടണം എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എൻജോയ് ദ ജേണി, നോട്ട് ദ ഡെസ്റ്റിനേഷൻ. നമ്മൾ യാത്രകളെ സ്നേഹിക്കുക. യാത്രകൾ എത്തുന്നിടം എവിടെ എന്താണോ അത് സ്വർഗ്ഗമാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അല്ല, നമ്മൾ വിചാരിച്ചത് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ അതങ്ങ് വിട്ട് കളയണം, അത്രേ ഉള്ളൂ. പക്ഷേ ആ യാത്ര ചെയ്യാൻ നിങ്ങൾ ഒരു കാരണവശാലും മടി കാണിക്കരുത്. നിങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടാനുള്ളതായിരിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ മാക്സ് എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കണം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈല ലേണിംഗ്. സ്റ്റേ ട്യൂൺ. ഇനി ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും വരേണ്ടതുണ്ട്. അതുവരേക്കും ബൈ.